ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും ടൈമില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു കോളേജിലൊക്കെ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് മേക്കപ്പ് ഇടാൻ ഒട്ടും ടൈമില്ലെങ്കിൽ ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ കൺസീലറോ ഫൗണ്ടേഷനോ ഒന്നും യൂസ് ചെയ്യാണ്ട് ചെയ്യുന്ന ഒരു അടിപൊളി സിമ്പിൾ ക്ലീൻ ലുക്കാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് എത്ര ടൈം ഇല്ലെങ്കിലും ഈ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഞാനിപ്പോൾ ബയോഡർമയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഞാനൊരു ഡ്രൈ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബയോഡർമയുടേത് എനിക്ക് നല്ല മാച്ചാണ്. അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിന് മാച്ച് ആകുന്ന ടൈപ്പ് ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. നമ്മുടെ സ്കിന്നിന് ഒട്ടും തന്നെ ഡ്രൈ ആയി പാച്ചായി ഇരിക്കാൻ പാടില്ല. എപ്പോഴും ഒരു ഹൈഡ്രേഷൻ ഉണ്ടായിരിക്കണേ. ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മോയ്സ്ചറൈസർ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം കേട്ടോ. നിങ്ങളിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് സൺസ്ക്രീൻ. അത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളിപ്പോൾ ഓഫീസിലും കോളേജിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ടാൻ ആകാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് കാരണം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സൺസ്ക്രീൻ ഒരിക്കലും മിസ്സാക്കാണ്ട് യൂസ് ചെയ്യണം. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന സൺസ്ക്രീൻ ഈ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് നമ്മുടെ അണ്ടർ റേറ്റഡിന്റെ സൺസ്ക്രീൻ ആണ്. 200 ബിലോ മാത്രമാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത്. കോളേജും ഓഫീസിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റൈറ്റ് ആണ്. നിങ്ങളൊരു കോളേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. കാര്യം അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര അഫോർഡബിൾ റേറ്റിലും കൂടെയാണ് കേട്ടോ ഇത് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2 ഫിംഗർ റൂൾ ഉപയോഗിച്ചാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഒരിക്കലും ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുകയേ ചെയ്യരുത്. നിങ്ങളിപ്പോൾ കോളേജ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോകുമായിക്കോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വേറെ വർക്കിനോ എന്ത് കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിലും നമ്മൾ ഒരിക്കലും ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സാധനം സ്കിപ്പ് ചെയ്യാനേ പാടില്ല കേട്ടോ. നമ്മൾ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കും. നിങ്ങൾ ഒരു മേക്കപ്പ് യൂസ് ചെയ്തില്ലെങ്കിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ നല്ല രീതിക്ക് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ സ്കിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഒരു ചെറിയൊരു ഗ്ലോ കൂടെ തോന്നുന്നില്ലേ? അത് ഈ ഒരു സൺസ്ക്രീൻ്റെ മോയ്സ്ചറൈസർ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ വരും. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് BB ക്രീം ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമ്മൾ ഫൗണ്ടേഷനും കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു BB ക്രീം മാത്രമാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിടുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു കവറേജ് കിട്ടും. നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് അല്ല, ജസ്റ്റ് ഒരു ക്ലീൻ മേക്കപ്പ് ലുക്ക്. നമ്മൾ ഓഫീസിലും കോളേജിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഹെവി ലുക്ക് കിട്ടത്തില്ല, എന്നാൽ അത്യാവശ്യം നല്ലൊരു കവറേജ് തരുക. അതിനുവേണ്ടി നമ്മൾ കുറച്ച് മാത്രം എടുത്തിട്ട് സ്കിന്നിൻ്റെ എല്ലായിടവും നമ്മൾ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നമ്മൾ കയ്യിൽ ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ഇതുപോലെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഓരോ ഭാഗവും ഇങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ മൊത്തം ഡോട്ടായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഒരുപാട് കവറേജ് ഒന്നും കിട്ടത്തില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിന്നൊന്ന് അത്യാവശ്യം നല്ലൊരു ഗ്ലോയി ഫിനിഷ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ BB ക്രീം ഡോട്ടായിട്ട് ഇട്ടത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഭയങ്കരമായിട്ട് കവറേജ് ആയിട്ടല്ല ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കാണുന്ന രീതിക്ക്, എന്നാൽ നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ കിട്ടുന്ന രീതിക്ക് ആയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കോമ്പാക്റ്റ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ്, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വിയർക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ ഒഴുകി വരാനും ഇല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര പാച്ചി ആയിട്ടിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കോമ്പാക്റ്റ് കൊണ്ടിട്ട് ഇത് ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബനാന പൗഡറാണ്. ഈ ബനാന പൗഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. ഭയങ്കര കവറേജ് അല്ല, എന്നാൽ ഫേസിൽ നമ്മൾ ഒന്ന് നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലോ കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ മാർസിൻ്റെ ബനാന പൗഡർ കൊണ്ടാണ് കേട്ടോ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. കോമ്പാക്ട് പൗഡർ എടുക്കുക, ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്കിന്നിൻ്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങനെ പൗഡർ എടുത്തിട്ട് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ ഭയങ്കര കേക്കി ആയിട്ട് തോന്നാൻ ചാൻസ്. ഇപ്പം ഞാൻ ഫേസിൽ ഫുള്ള് ജസ്റ്റ് ഒന്ന് പൗഡർ കൊണ്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മാത്രം മതി. ഭയങ്കര നമ്മൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് ഓവറായിട്ട് കോമ്പാക്ട് പൗഡറോ വേറെ ഒന്നും തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട. ഇപ്പം തന്നെ നമ്മൾ അത്യാവശ്യം നല്ലൊരു ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഐബ്രോസ് ആണ് കേട്ടോ. ഐബ്രോസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫേസിന് നല്ലൊരു ഡിഫറൻറ്റ് കാണാൻ പറ്റുമേ. ആദ്യം തന്നെ ഐബ്രോസ് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായി കോംബ് ചെയ്ത് കൊടുത്തിട്ട് എവിടേക്കാണോ ഗ്യാപ്പ് ഉള്ളത് ആ പോർഷനിൽ മാത്രം നമ്മൾ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പം ഈ ഗ്യാപ്പ് ഉള്ള ഭാഗത്ത് മാത്രം ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. എപ്പോഴും നമ്മൾ ഈ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് വേണം കേട്ടോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇങ്ങനെ അറ്റത്തേക്ക് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എടുത്ത് ചെയ്ത് കൊടുക്കേണ്ട, ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഫേസിന് നല്ലൊരു ഡിഫറൻസ് തോന്നും കേട്ടോ. ഇപ്പം തന്നെ നമുക്ക് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നത്തുമില്ല, എന്നാൽ നമ്മൾ ഭയങ്കരമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും വേണ്ട. ജസ്റ്റ് ഒരു ടച്ച് മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് ഇതൊന്ന് നന്നായി ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫില്ല് ചെയ്ത ഭാഗം ഫുള്ള് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
ഇപ്പം തന്നെ നമ്മുടെ ഐബ്രോസ് നല്ല രീതിക്ക് ഫില്ലായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്തപ്പോൾ തന്നെ ഫേസിൽ നല്ലൊരു ഡിഫറൻസ് വന്നു കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് കണ്ണിൻ്റെയാണ്. കണ്ണിന് നമ്മൾ ആദ്യം തന്നെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ഐ ഷാഡോ കൊണ്ട് ഭയങ്കര ന്യൂഡായിട്ടാണ് കേട്ടോ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നല്ലൊരു ന്യൂഡ് ഷെയ്ഡ് ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു ഐ ഷാഡോ എടുത്തിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ണിൽ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പം ആദ്യം നമ്മൾ ഈ ഒരു പോർഷനിൽ ലൈറ്റായിട്ട് പൗഡർ കൊണ്ടിട്ടോ ഇല്ലെങ്കിൽ നിങ്ങളൊരു ക്രീം കളർ ഐ ഷാഡോ കൊണ്ട് ജസ്റ്റ് ഒരു ബേസ് പോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാനൊരു ലൈറ്റ് കളർ ഒരു ക്രീം കളറിൽ വരുന്ന ഐ ഷാഡോ കൊണ്ട് ജസ്റ്റ് കണ്ണിൻ്റെ മുകളിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഒരു ഐ ഷാഡോ കൊണ്ടാണ് കേട്ടോ നമ്മൾ കണ്ണിൻ്റെ മുകളിൽ ചെയ്യാൻ പോകും. ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ഈ കണ്ണിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഈ കണ്ണിൻ്റെ ഈ മോൾ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡ് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കണ്ണിൻ്റെ മുകളിൽ ലൈറ്റായിട്ട് ഭയങ്കര തിന്നായിട്ടൊന്ന് എഴുതി കൊടുക്കാവേ. കണ്ണിൻ്റെ മാൾഭാഗം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ആ ലൈനിൽ കൂടെ വേണം കേട്ടോ എഴുതാനായിട്ട്. നമുക്ക് ഭയങ്കര തിന്നായിട്ട് മാത്രമാണ് എഴുതി കൊടുക്കേണ്ടത്, ഒരിക്കലും ഭയങ്കര വലിപ്പത്തിൽ എഴുതി കൊടുക്കരുത് കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മൾ കണ്ണിൻ്റെ മാൾഭാഗം ഭയങ്കര തിന്നായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കണ്ണിൻ്റെ ഈ ഒരു താഴെ ഭാഗം കൂടെ എഴുതി കൊടുക്കണം. ഞാനിപ്പോൾ എഴുതി കൊടുക്കാൻ പോകുന്നത് ഈ പകുതി വരെ മാത്രമാണ് കേട്ടോ എഴുതി കൊടുക്കാൻ പോകുന്നത്. അപ്പം കണ്ണ് കുറച്ചുകൂടി ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എഴുതുമ്പോഴേക്കും കണ്ണിൻ്റെ പകുതി മാത്രം എഴുതി കൊടുക്കും കേട്ടോ. ഇപ്പം ഞാൻ കണ്ണിൻ്റെ പകുതി നല്ല രീതിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു വാലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഇത്രയും മതിയാവും. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഐലാഷസ് നന്നായിട്ട് നമ്മൾ കേൾ ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. അപ്പം തന്നെ കണ്ണിന് ഭയങ്കര ഒരു ഡിഫറൻസ് വരുവേ. ഇപ്പം ഞാൻ ഐലാഷസ് ഒന്ന് കേൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലൊരു മസ്കാര എടുക്കുക. എന്നിട്ട് നമ്മൾ കുറേ കോട്ടിങ് കൊടുക്കണ്ട, ഭയങ്കര തിക്കായിട്ടോ ആർട്ടിഫിഷ്യലായിട്ടോ നമ്മൾ ഇത് കോട്ട് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. കാര്യം നമ്മളിതൊരു ഡെയിലി ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര മിനിമലായിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു കൂടിപ്പോയ ഒരു 2 കോട്ട് മാത്രമേ നമ്മളിതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളേ. ഞാനിപ്പോൾ ഈ വെയർ ചെയ്യുന്ന മസ്കാര കളർ എസൻസിൻ്റെ മസ്കാരയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വോളിയവും തരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ലെങ്തും തരുന്നൊരു മസ്കാരയാണ്. ഇപ്പം ഞാൻ നല്ല രീതിക്ക് തന്നെ ഈ ഒരു മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കോട്ടിങ് ഞാൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് 1-2 കോട്ടിങ് മാത്രമാണ് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്നാൽ തന്നെ ഐലാഷസ് ഇപ്പം നല്ല രീതിക്ക് കേളായിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ്പ് നമ്മൾ നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ലിപ്പിനൊരു ഡെഫിനിഷൻ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ലിപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ ലിപ്പ് ലൈനർ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഫസ്റ്റ് തന്നെ ഈ സെൻറ്റർ പോർഷനിൽ നിന്ന് ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ലൈറ്റായിട്ട് താഴേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണേ. ഇപ്പം ഞാൻ നല്ലോണം ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഭയങ്കര ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മൾ ഈ കോളേജിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ കുറച്ച് ന്യൂഡ് ഷെയ്ഡ്സ് പൊതുവേ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പം ഞാനിപ്പോൾ ഒരു ന്യൂ ലിപ്സ്റ്റിക്കാണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് അത്യാവശ്യം ന്യൂ ലിപ്സ്റ്റിക്കാണ്. ഇതാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഒരിക്കലും ഭയങ്കര ഡാർക്ക് ഷെയ്ഡ്സ് ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ നല്ലൊരു ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഹെയറും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണേ. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ മേക്കപ്പ് ലുക്ക്. ഭയങ്കര സിമ്പിളായിട്ട് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ് ലുക്കാണ്. നമ്മൾ കൺസീലറോ ഫൗണ്ടേഷനോ യാതൊന്നും യൂസ് ചെയ്യാണ്ടാണ് കേട്ടോ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാൻ പറ്റും, ഭയങ്കര മിനിമലായിട്ട് നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ഇതെന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓഫീസിലൊക്കെ പോകുകയാണെങ്കിൽ ഇതുപോലെ മുടി വേണമെങ്കിൽ അഴിച്ചിടാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പോണിറ്റെയിലോ ഒക്കെ ഇതിൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിലും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കണക്കത്തെ ടിപ്പും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചേക്കും. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.